ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। ओम की इस मधुर ध्वनि से किया परिवर्तन। प्रेम शांति सिखा के बदला सभी का जीवन। आदिदेव प्रजापिता श्री बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। सोहनी सूरत मोहनी मूरत, ज्ञान के मोती। भव्य मुख पर चंद्रमासी, चमकती ज्योति। दिव्य दर्शन दिव्य वाणी, बोलते ध्वनियों। मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। विश्व में थी पाप की जब घटा छाई, तब विभूति आप जैसी धरती पे आई। एक तार में बंध के सारे, बोलते ध्वनियों। मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम।
സ്ഥലകാല ബോധമില്ല, ഇല്ലേ? ഇത് വീടല്ല, വീട് പരന്താമാണ് എന്നറിഞ്ഞൂടാ. അതുകൊണ്ട് ബാബറിന് നിങ്ങളുടെ വ്യാപാരം തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരെ ഉണർത്തുക എന്നതാണ്. മുറി ഡേറ്റ് 4/3/2026. മധുര സന്താനങ്ങളെ, നിങ്ങളുടെ വ്യാപാരം തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ഉണർത്തുക എന്നതാണ്. എല്ലാവർക്കും വഴി കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം ദേഹി അഭിമാനിയായിട്ട് ബാബയുടെ പരിചയം കൊടുക്കുന്നോ അത്രത്തോളം തന്നെ മംഗളം ഉണ്ടാവും, അല്ലേ? നമ്മളും ധാരണ ചെയ്യണം, എന്നാലേ അവരുടെ മംഗളം ഉണ്ടാവുള്ളൂ. നിങ്ങൾ എത്രത്തോളം ദേഹി അഭിമാനിയായിട്ട് ബാബയുടെ പരിചയം കൊടുക്കുന്നോ അത്രത്തോളം മംഗളം ഉണ്ടാകും. ഇന്നത്തെ മുറിയിലെ ചോദ്യം, ഗരീബ് ബच्चे अपने किस विशेषता के आधार पर साहूकारों से आगे जाते हैं? നിർധനരായ കുട്ടികൾ അവിടെ ഏത് വിശേഷതയുടെ ആധാരത്തിലാണ്? നിർധനരായ കുട്ടികൾ അല്ലെ, ഇവിടെ ബാബടുത്ത് അല്ലെങ്കിൽ ആധ്യാത്മിക ഉന്നമനത്തിന് പൈസയ്ക്കൊരു സ്ഥാനമേ ഇല്ല. നിർധനായിട്ടുള്ളവർ ധനവാന്മാരെക്കാളും ഫ്രണ്ടിൽ പോകാൻ പറ്റും. സോ നിർധനരായ കുട്ടികൾ തൻ്റെ ഏത് വിശേഷതയുടെ ആധാരത്തിൽ ധനവാന്മാരെക്കാൾ മുന്നിലേക്ക് പോകാൻ പറ്റും? ഏത് വിശേഷത ആധാരത്തിലാണ് ധനവാന്മാരെക്കാൾ മുന്നിൽ പോകാൻ പറ്റുന്നത്? ഉത്തരം, നിർധനർക്ക് ദാനപുണ്യത്തിൽ വളരെയധികം വിശ്വാസമുണ്ട്, ദാനപുണ്യം ചെയ്യാറുണ്ട്, അതവർക്ക് ശീലമാണ്. നിർധനരായ കുട്ടികൾ ഭക്തിയും താല്പര്യത്തോടെ ചെയ്യും. സാക്ഷാത്കാരം ലഭിക്കുന്നതും അങ്ങനെയുള്ള കുട്ടികൾക്കാണ്. ധനവാന്മാർക്ക് അവരുടെ ധനത്തിൻ്റെ ലഹരിയുണ്ട്. സാക്ഷാത്കാരം ലഭിക്കുന്നതും നിർധനരായിട്ടുള്ള കുട്ടികൾക്കാണ്. ധനവാന്മാർക്ക് അവരുടെ ധനത്തിൻ്റെ ലഹരിയുണ്ട്. കൂടുതൽ പാപം അവരാണ് ചെയ്യുന്നത്. ധനവാന്മാർ ധനമുള്ളതുകൊണ്ട് കുറേ പാപകർമ്മം ചെയ്യാനും സാധ്യതയുണ്ട്. പക്ഷെ ബ്രഹ്മ ബാബ ഇത്ര വലിയ ധനവാനാണെങ്കിലും എല്ലാവരെക്കാളും മുന്നിലെത്തി. അതുകൊണ്ട് ധനവാന്മാർക്ക് പോകാൻ പറ്റില്ല എന്നല്ല അർത്ഥം. പാപം ചെയ്തില്ലെങ്കിൽ അവർക്കും പോകാൻ പറ്റും. അവരുടെ സമ്പത്ത് അവർ ഈശ്വര സേവനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, സമ്പത്തുണ്ടായിട്ട് അഹങ്കാരമില്ലെങ്കിൽ അവർക്കും പോകാൻ പറ്റും. അതുകൊണ്ട് നിർധനരായ കുട്ടികൾ ധനവാന്മാരെക്കാൾ മുന്നിൽ എത്തുന്നു. ഇന്നത്തെ ഗീതം ഓം നമ ശിവായ, ഓം ശാന്തി. ആ പാട്ടിൽ പറയുന്നുണ്ട്, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും ബന്ധുവും സഹായിയും എല്ലാം. ഏതോ ജറൂർ പരംപിത പരമാത്മാ കി മഹിമ ഗായി ഹുയി ഹെ. തീർച്ചയായിട്ടും ഇത് പരംപിത പരമാത്മാവിൻ്റെ മഹിമയാണ്. മറ്റുള്ളവരെല്ലാവരും ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറയാൻ പറ്റുള്ളൂ. അച്ഛനും അമ്മയും എന്ന് പറയണമെങ്കിൽ ദേഹധാരി ആയിരിക്കരുത്, നിരാകാരി ആയിരിക്കണം. ദേഹമുള്ളവരെ ഒന്നുകിൽ അച്ഛനായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും. അതുകൊണ്ട് ഇത് പരംപിത പരമാത്മാവിൻ്റെ മഹിമയാണ്. ഏതോ ക്ലിയർ മഹിമ ഹെ ക്യോങ്കി വ രചയിത ഹെ. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള മഹിമയാണ്. ശിവബാബയാണ് രചയിതാവ്. ലൗകിക് മാ ബാബ് ബി ബച്ചയ്ക്ക് രചയിത ഹെ. ലൗകിക അച്ഛനമ്മയും പറയാം മക്കളുടെ രചയിതാവാണ് എന്ന്. പാലോകി ബക്ഫോ ബി രചയിത കഹാ ജാത്ത ഹെ. പരലൗകിക അച്ഛനെയും രചയിതാവ് എന്നാ പറയാറ്. ബന്ധു, സഹായക്, അങ്ങനെ നിരവധി മഹിമ പാടാറുണ്ട്. ലൗകിക് ബാബ്ക്ക് ഇത്രയും മഹിമ നഹി ഹെ. ലൗകിക അച്ഛന് ഇത്രയും മഹിമ പാടാറില്ല. ബന്ധുവാണ്, സഹായകനാണെന്നൊക്കെ പറയുമോ? ഇല്ല. പരംപിത പരമാത്മാക്ക് മഹിമ ഹി അലഗ് ഹെ. പരംപിത പരമാത്മാവിൻ്റെ മഹിമ തന്നെ തികച്ചും വ്യത്യസ്തമാണ്. കുട്ടികൾ മഹിമ പാടുന്നുണ്ട്, അങ്ങ് ജ്ഞാനസാഗരനാണ്, നോളേജ് ഫുള്ളാണ്. ബാബിലാണ് മുഴുവനും ജ്ഞാനമുള്ളത്. നോളേജ് കോയി ശരീര നിർവാഹയ്ക്ക് പഠായിക്കാൻ നഹി ഹെ. ശുഭാപടത്തിലുള്ള അറിവ് ശരീര നിർവാഹത്തിൻ്റെ പഠിത്തത്തിൻ്റെ അറിവല്ല. ഉनको ज्ञान का सागर नॉलेजफुल कहा जाता है. അക്കാഡമിക്കൽ നോളേജ് അല്ല. ശിവബാബ പറയുന്നത് എന്താണ്? ജ്ഞാനസാഗരം, നോളേജ്ഫുൾ എന്നാണ്. तो जरूर उनके पास ज्ञान है, परंतु कौन सा ज्ञान? അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്ത് ജ്ഞാനമുണ്ട്. പക്ഷെ എന്ത് ജ്ഞാനമാണ്? ഈ സൃഷ്ടിചക്രം എങ്ങനെയാണ് കറങ്ങുന്നത് എന്നതിൻ്റെ അറിവാണ്. तो वही ज्ञान सागर पतित पावन है.
അതുകൊണ്ട് ആ ഭഗവാൻ തന്നെയാണ് ജ്ഞാനസാഗരനും പതീത പാവനും. ശ്രീകൃഷ്ണ കോ കബി പതിത് പാവൻ യാ ജ്ഞാൻ കാ സാഗർ നഹി കേത്തെ. ശ്രീകൃഷ്ണൻ ഇങ്ങനെ മഹിമ പാടാറില്ല. പതീത പാവനൻ എന്നോ ജ്ഞാനസാഗരൻ എന്നോ. ഉൻകി മഹിമ ബിൽക്കുൽ ന്യാരി ഹെ. ശ്രീകൃഷ്ണന്റെ മഹിമ തന്നെ തികച്ചും വ്യത്യസ്തമാണ്. എന്താണ്? അല്ല, പുരുഷോത്തമനാണ്, ഉത്തമ പുരുഷനാണ്, പരമാത്മാവല്ല, ജഗത്തിന്റെ നാഥനാണ്, വിശ്വനാഥനല്ല. സർവഗുണ സമ്പന്നം, അല്ലെ, 16 കലാ സമ്പൂർണം. സമ്പന്നം, സമ്പൂർണം എന്നാണ് മഹിമ. ശിവബാബയുടെ മഹിമയിലാണ് സാഗരം, ഈശ്വരൻ, നാഥൻ എന്നതൊക്കെ ഉള്ളത്. ദോനോ ഹേ ഭാരത് കെ നിവാസി. ശിവബാബയും ഭാരതത്തിലാണ് വരുന്നത്, ശ്രീകൃഷ്ണനും ഭാരതത്തിലാണ് ജീവിച്ചത്. ശിവബാബയും ഭാരതത്തിലാണ് മഹിമ പാടുന്നത്. ശിവജയന്തിയും ഇവിടെയാണ് ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയും ഭാരതത്തിലാണ് ആഘോഷിച്ചു വരുന്നത്. ഗീതാ ജയന്തിയും ഭാരതത്തിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. ഈ 3 ജയന്തിയുമാണ് ഏറ്റവും മുഖ്യം. അപ്പോൾ പ്രശ്നം ഉठता है कि पहले ജയന്തി കിസ്കി ഹുയി होगी. അപ്പോൾ ശിവജയന്തി ഉണ്ട്, കൃഷ്ണ ജയന്തി ഉണ്ട്, ഗീതാ ജയന്തി ഉണ്ട്. അപ്പോൾ ആദ്യം ആരുടെ ജയന്തി ആയിരിക്കും? ശിവബാബയുടെ ആയിരിക്കുമോ ശ്രീകൃഷ്ണൻ്റെ ആയിരിക്കുമോ? മനുഷ്യത്വ ബിൽക്കുൽ ഹി ബാപ് കോ ഭൂലേ ഹുയേ ഹെ. എല്ലാവരും അച്ഛനെ പൂർണ്ണമായിട്ടും മറന്നിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ജയന്തി വളരെ ആർഭാടത്തോടെ ആഘോഷിക്കാറുണ്ട്, വളരെ സ്നേഹത്തോടെയാണ് ആഘോഷിക്കുന്നത്. ശിവജയന്തിയെക്കുറിച്ച് അത്രയ്ക്കൊന്നും ആർക്കും അറിഞ്ഞുകൂടാ, അത്രയ്ക്കൊന്നും വർണ്ണിച്ചിട്ടുമില്ല. ശിവൻ എന്താ ഇവിടെ വന്നിട്ട് ചെയ്തത്, ശിവന്റെ ബയോഗ്രഫി എന്താണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ശ്രീകൃഷ്ണന് ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാലലീലകൾ കുറേ കാണിച്ചിട്ടുണ്ട്. കൃഷ്ണൻ്റെ ഭാഗവതത്തിൽ പൂതനെ വധിച്ചു, ശകടാസുരനെ വധിച്ചു, എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് കുറേ. പിന്നെ കാളിയ മർദ്ദനം, ഗോവർദ്ധന പർവ്വതത്തെ ഒരു വിരലുകൊണ്ട് പൊക്കിയെടുത്തിട്ട് കൊടിയ മഴയിൽ നിന്ന്, ഇന്ദ്രന്റെ ശാപത്തിൽ നിന്ന് ഗോകുലത്തെയും പശുക്കിടാങ്ങളെയും പശുക്കളെയൊക്കെ രക്ഷിച്ചു. പിന്നെ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദിയെ രക്ഷിച്ചു. മഹാഭാരത യുദ്ധത്തിന് ശംഖനാദം ഊതിയിട്ട് പാഞ്ചജന്യം മുഴക്കിയിട്ട് അവരെ ഗൈഡ് ചെയ്തു, പാണ്ഡവന്മാരെ ഗൈഡ് ചെയ്തു. എന്തൊക്കെ എഴുതിയിരിക്കുന്നത് കൃഷ്ണനെക്കുറിച്ച്. ശിവബാബയെക്കുറിച്ച് അത്രയ്ക്കൊന്നും മഹിമയില്ല. ശ്രീകൃഷ്ണ के चरित्र की खास एक मैगजीन भी निकलती है. ആ സമയത്ത് വടക്കേന്ത്യയിൽ ശ്രീകൃഷ്ണൻ്റെ മഹിമയുടെ ഒരു മാഗസിൻ എല്ലാ മാസവും, മാസമാണോ അതോ ആഴ്ചയ്ക്കാണോ അറിയില്ല, ആഴ്ച പതിപ്പാണോ അറിയില്ല, ഉണ്ടായിരുന്നു. ശിവക്കെ രാത്രി ആദ്യ കുച്ചേനി. അങ്ങനെ ശിവരാത്രിയെക്കുറിച്ചൊന്നും അതുപോലെ മാഗസിനൊന്നും ആരും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ശ്രീകൃഷ്ണ ജയന്തി എപ്പോഴാണ് സംഭവിച്ചത്, ഗീതാ ജയന്തി എപ്പോഴാണ് നടന്നത്, ശ്രീകൃഷ്ണ ജബ് ബഡാ ഹോ തബത്തോ ജ്ഞാൻ സുനാവേ. ശ്രീകൃഷ്ണൻ വലുതാകുമ്പോഴല്ലേ ജ്ഞാനം പറയാൻ പറ്റുള്ളൂ. കൃഷ്ണൻ്റെ കുട്ടിക്കാലം മുതൽക്ക് കാണിക്കുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ ജനിച്ചപ്പോൾ തന്നെ കൊട്ടയിലാക്കിയിട്ട് നദി കടന്ന് അക്കരെ എത്തിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ വലുതായിട്ടും കാണിച്ചിട്ടുണ്ട്. പാണ്ഡവന്മാരുടെ അർജുനൻ്റെ രഥം സാരഥി, പാർത്ഥ സാരഥിയായിട്ട് നിൽക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. പിന്നെ സുദർശൻ ചക്രം കറക്കിയിട്ട് നിരവധി പേരെ വധിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. 16-17 വർഷം വരയ്ക്കുള്ളത് പോലും കാണിക്കുന്നുണ്ട്. പിന്നെ ഉണ്ണിക്കണ്ണനെയും നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. പൂതനെ വധിച്ചത് ഉണ്ണിക്കണ്ണനായിരുന്നപ്പോഴല്ലേ, അങ്ങനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗീത എപ്പോഴാണ് പറഞ്ഞത്? തീർച്ചയായിട്ടും ഉണ്ണിക്കണ്ണനായിരിക്കുമ്പോൾ ആയിരിക്കില്ല, 16-17 വയസ്സുള്ളപ്പോഴും ആയിരിക്കില്ല. പിന്നെ 16-108 ഭാര്യമാരുണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇത്ര ഭാര്യമാരുള്ളവർ ജ്ഞാനം പറഞ്ഞാൽ ശോഭിക്കില്ലല്ലോ. തീർച്ചയായിട്ടും വൃദ്ധാവസ്ഥയിലല്ലേ ജ്ഞാനം പറയേണ്ടത്. ഗീതാ ബി കുച്ച് സമയ ബാദ് സുനായി ഹോഗി. ശ്രീകൃഷ്ണൻ കുറച്ച് വളരെ വലുതായപ്പോഴായിരിക്കും ഗീത പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ശിവനെ ക്യാക്കിയ കുച്ച് പത്താനായി. ശരി, ശ്രീമദ് ഭഗവത്ഗീതയും കൃഷ്ണനാ പറഞ്ഞത്. അപ്പം ശിവബാബ എന്താ പറഞ്ഞത്, ശിവബാബ എന്താ ചെയ്തത് ആർക്കും അറിഞ്ഞുകൂടാ. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും അജ്ഞാന നിദ്രയിൽ, ഗാഠമായിട്ടുള്ള ഉറക്കത്തിലാണ്. ബാബ് कहते हैं मेरी बायोग्राफी का कोई को पता नहीं है. എൻ്റെ ബയോഗ്രഫി ആർക്കും തന്നെ അറിഞ്ഞൂടാ. मैंने क्या किया मुझे ही पतित पावन कहते हैं. ഞാൻ എന്താ ചെയ്തത്? എന്നെ തന്നെയാണ് പതിത പാവനൻ എന്ന് പറയുന്നത്. मैं आता हूँ तो साथ में गीता है. ഞാൻ വരുമ്പോൾ തന്നെ ഗീതയുമായിട്ടാണ് വരണത്. मैं साधारण बूढ़े अनुभवी तन्मे आता हूँ. ഞാൻ സാധാരണ വൃദ്ധനായിട്ടുള്ള
അനുഭവിയായിട്ടുള്ള ബ്രഹ്മബാബയുടെ ദേഹത്തിലാണ് വരുന്നത്. ശിവ ജയന്തിയും ഭാരതത്തിലാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തി, ഗീതാ ജയന്തി, ഈ തീൻ മുഖ്യ ഹെ. അതുകൊണ്ട് ഈ സൃഷ്ടിയിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ശ്രീകൃഷ്ണ ജയന്തി, ഗീതാ ജയന്തി, പിന്നെ ശിവജയന്തി ഉണ്ടല്ലോ. 3 എണ്ണമാണ് ഏറ്റവും മുഖ്യം. എന്ന് വെച്ചാൽ അപ്പോഴാണ് ഈ സൃഷ്ടിയിൽ പരിവർത്തനം ഉണ്ടാകുന്നത്. അധർമ്മം ധർമ്മത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് പരിവർത്തനപ്പെടുന്നത്. രാം കി ജയന്തി തോ ബാദമേ ഹോത്തി ഹെ. രാമജയന്തി ത്രേതായുഗത്തിലാണല്ലോ സംഭവിക്കുന്നത്. ഈ സമയം ജോ കുച്ച് ഹോത്ത ഹെ വാ ബാദമേ മനായ ജാത. സംഗമത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ആഘോഷമായിട്ട് ആചരിച്ചു വരുന്നത്. സത്യയുഗ് ത്രേതാമേ ജയന്തി ആദി ഹോത്തി നഹി. സത്യത്രേതായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള ഉത്സവങ്ങളൊന്നും അവിടെയില്ല. സൂര്യവംശി സെ ചന്ദ്രവംശി വർഷാലേത്തെ ഹെ ഓർ കിസ്കി മഹിമ ഹേ നഹി. സൂര്യവംശത്തിലുള്ളവർ എട്ടാമത്തെ ജന്മം കഴിയുമ്പോൾ 9ാമത്തെ ജന്മം ചന്ദ്രവംശത്തിലാണ് ബ്രഹ്മബാബ രാമനായിട്ട് ജനിക്കുന്നത്. അപ്പോൾ അവർക്ക് രാജ്യം കൈമാറും. അല്ലാണ്ട് വേറെ മഹിമയൊന്നുമില്ല. സിർഫ് രാജാവോങ്ക കൊറോണേഷൻ. സത്യത്തിലുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്? രാജാക്കന്മാരുടെ പട്ടാഭിഷേകം ആഘോഷിക്കും, ജന്മദിനം ആഘോഷിക്കും, പിന്നെ സ്വയംവരം ആഘോഷിക്കും. ഇതൊക്കെ അവിടെയുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ ഇവിടുത്തെ പോലെ ദീപാവലിയും ദശറയും രാമനവമിയും കൃഷ്ണ ജയന്തിയും ഇതൊന്നും അവിടെ ആഘോഷിക്കുന്നില്ല. ബർത്ത്ഡേ ഒക്കെ ഇന്നത്തെ കാലത്താണ് എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങിയത്. ഇപ്പം അത് വളരെ കോമൺ ആയി. ശ്രീകൃഷ്ണൻ ജനം ലിയ ബഡാ ഹോക്കർ രാജധാനി ചലായി. ശ്രീകൃഷ്ണൻ ജന്മം എടുത്തിട്ട് വലുതായപ്പം സിംഹാസനത്തിൽ നിന്ന് രാജ്യം ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടായാലും മഹിമയുടെ കാര്യമൊന്നും അവിടെയില്ല. സത്യുഗ് ത്രേതാമേ സുഖ രാജ്യ ചലായ. അവിടെ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, സാഹസങ്ങളൊന്നും കാണിക്കണ്ടല്ലോ. സത്യത്രേതായത്തിൽ സുഖത്തിൻ്റെ കാലഘട്ടമാണ്. രാജ്യ കബ് കേസെ സ്ഥാപന ഹുവ. പക്ഷെ അപ്രകാരമുള്ള രാജ്യം എപ്പോൾ എങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇത് കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ബാപ്പ് कहते हैं बच्चों मैं कल्प के संगम युग पर आता हूँ. ബാബ പറയുന്ന കുട്ടികളെ ഓരോ കൽപ്പത്തിലും 2 കൽപ്പങ്ങൾ സംഗമിക്കുന്ന വേളയിലാണ് ഞാനിവിടെ വരുന്നത്. കലിയുഗ അന്ത ഹേ പതിത് ദുനിയ. കലിയുഗത്തിന് അന്ത്യമായപ്പോഴേക്കും ലോകം പതീതമായി. സത്യുഗ ആദി പാവൻ ദുനിയ. സത്യുഗത്തിന് ആദിയിൽ പാവനമായിരുന്നു ലോകം. ഞാൻ അച്ഛനുമാണ്. കുട്ടികളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് ആസ്തിയും തരുന്നത്. കൽ പെഹലെ ബി തുമക്കോ വർഷ ദിയാത്ത ഇസ്ലേ തും മാനത്തെ ആയോ. കഴിഞ്ഞ കൽപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് ആസ്തി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശിവബാബയ്ക്ക് ഇത്രയും പൂജ. പഴയ ക്ഷേത്രങ്ങളൊക്കെ ശിവബാബയുടെ ക്ഷേത്രങ്ങളാണല്ലോ. പറഞ്ഞു നാം ഭൂൽ ജാനേസെ കൃഷ്ണ കാ നാം ഡാൽ ദിയ ഹെ. പക്ഷെ ശ്രീമദ് ഭഗവത്ഗീതയിൽ അച്ഛൻ്റെ പേര് മറന്നുപോയി. മകൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ പേര് എഴുതി വെച്ചു. ബടയത്തെ ബട ശിവ ഹേന. ഏറ്റവും വലുത് ശിവബാബയല്ലേ. ഇതൊന്നും സൗണ്ട് ഇല്ലാത്ത. पहले तो जब उनकी जयंती हो तब फिर आकर मनुष्य की हो. ആദ്യം ശിവബാബയുടെ ജയന്തി ഉണ്ടാവണം, പിന്നെയാണ് മനുഷ്യരുടെ ജയന്തി. ആത്മായെ തോ സബ് വാസ്തവമേ ഊപ്പർ സെ ഉത്തർത്തി ഹെ. എല്ലാ ആത്മാക്കളും സത്യം പറഞ്ഞാൽ പരന്താമത്തിനാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. മേരാബി അവതരൺ ഹെ. ഞാനും മോളൊന്ന് താഴെ വരണേനാണ് അവതരണം എന്ന് പറയാം. ഞാനും അവതരിക്കുകയാണ്. ശ്രീകൃഷ്ണനെ മാതാക്കെ ഗർഭസെ ജനം ലിയ പാലന ലി. ശ്രീകൃഷ്ണനും അമ്മയുടെ ഗർഭത്തിന് ജന്മം എടുത്തു, പാലന എടുത്തു. സബ്കോ പുനർജന്മ ആനാഹി ഹെ. അങ്ങനെ എല്ലാവർക്കും പുനർജന്മത്തിൽ തീർച്ചയായിട്ടും വരണം. ശിവബാബ പുനർജന്മം നെഹിലേത്ത്. ബ്രഹ്മബാബ പറയാണ് ശിവബാബ പുനർജന്മം എടുക്കുന്നില്ല. ആത്തേത്തോ ഹെന. പക്ഷെ ഇവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും. തോ ഏസ ബാപ്പ് ബേട്ട് സംജാത്തെ. പക്ഷെ എങ്ങനെയാണ് വരണത് എന്ന് ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കർ കി ത്രിമൂർത്തി ദിക്കാത്തെ ഹെന. ബ്രഹ്മ വിഷ്ണു ശങ്കർ ത്രിമൂർത്തികളെയും ഭക്തിമാർഗത്തിൽ കാണിക്കുന്നുണ്ടല്ലോ. ബ്രഹ്മാവിലൂടെ സ്ഥാപന. ക്യോങ്കി ശിവക്കോത്തോ അപ്പന ശരീർ ഹേ നഹി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശിവബാബയ്ക്ക് തൻ്റെ ദേഹമില്ല. അപ്പോൾ ബ്രഹ്മാവിലൂടെ വേണം സ്ഥാപനയുടെ കാര്യം ചെയ്യാൻ. കുതുബേട്ട് ബത്താത്തെ ഹെ മേ ഇൻകെ ബുഡേ തന്മേ ആത്താ. നേരിട്ട് ശിവബാബ തന്നെയാണ് നമ്മളോട് പറയണത്, മക്കളെ ഞാൻ ഈ ബ്രഹ്മബാബയുടെ വൃദ്ധദേഹത്തിലേക്കാണ് അവതരിക്കുന്നത്. യഹ് അപ്നെ ജന്മോക്കോ നഹി ജാനത്തെ. ഈ ബ്രഹ്മബാബയ്ക്കും തൻ്റെ ജന്മങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇൻകെ ബഹു ജന്മോ കെ അന്ത് കാ യഹ് ജനം ഹെ. അല്ലെ, ബ്രഹ്മബാബയ്ക്ക് ശിവബാബ അവതരിക്കുന്ന മുമ്പായിട്ട് സാക്ഷാത്കാരം കിട്ടിയായിരുന്നു. സത്യത്തിൽ നീ ശ്രീനാരായണനാണ്,
ത്രേതായുഗത്തിലെ രാമന് നീ തന്നെയാണ്. ദ്വാപരയുഗത്തിലെ വിക്രമാദിത്യ മഹാരാജാവ് നീയാണ്. നീയാണ് ആദ്യമായിട്ട് ഭക്തിമാർഗം ആരംഭിച്ചത്. സോമനാഥ ക്ഷേത്രം പണിതിട്ട് പൂജാതി കർമ്മങ്ങളൊക്കെ നീയാണ് ആദ്യം ആരംഭിച്ചത്. കലിയുഗ അന്ത്യത്തിൽ ഇപ്പം ആ ശ്രീ നാരായണനായിട്ടുള്ള നീ തന്നെയാണ് ലേഖരാജ ആയിട്ട് ജന്മെടുത്തിരിക്കുന്നത് എന്നൊക്കെ ശിവബാബ കാണിച്ചു കൊടുത്തായിരുന്നു സാക്ഷാത്കാരം. ഈ ബ്രഹ്മ ബാബയ്ക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ബഹുത് ജന്മോക്ക് അന്തകാ യഹ് ജന്മ ഹെ. ഈ ബ്രഹ്മ ബാബയുടെ നിരവധി ജന്മങ്ങളുടെ അവസാനത്തെ ജന്മമാണ് ഇത്. തോ പെഹലെ സംജാനാ പടേ. അപ്പം ഇത് ആരെങ്കിലും വന്നാൽ ആദ്യം നിങ്ങൾ ഇതെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ വേണം മുരളി കേൾക്കാനായിട്ട് ഇരുത്താനായിട്ട്. ശിവജയന്തി ബടി യാ ശ്രീകൃഷ്ണ ജയന്തി ബടി. ഇത് പറഞ്ഞു കൊടുക്കണോ? ശിവജയന്തിയാണോ വലുത് അതോ ശ്രീകൃഷ്ണ ജയന്തിയാണോ വലുത്? ശിവബാബ വന്നിട്ടാണ് ദാദാ ലേഖരാജനെ ശ്രീകൃഷ്ണനാക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശിവബാബ വന്നില്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി എങ്ങനെ ഉണ്ടാവും? കൃഷ്ണൻ ഉണ്ടാവില്ലല്ലോ. ദാദാ ലേഖരാജല്ലേ ഇവിടെ ഉള്ളത്. अगर श्री कृष्ण गीता सुनाई तो गीता जयंती तो श्री कृष्ण के बहुत वर्ष के बाद हो सके, जबकि श्रीकृष्ण बड़ा हो. ശ്രീകൃഷ്ണനാണ് ഗീത പറഞ്ഞതെന്നുണ്ടെങ്കിൽ അപ്പോൾ ശ്രീകൃഷ്ണൻ ജനിച്ചതിന് ശേഷം നിരവധി വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ വലുതായതിനു ശേഷമല്ലേ ഗീത പറയാൻ പറ്റുള്ളൂ. ये सब समझने की बातें हैं. ഇതൊക്കെ ആഴമായിട്ട് വിചാരസാര മന്ഥനം ചെയ്ത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. ശ്രീകൃഷ്ണൻ ഗീത കേട്ടിട്ടാണ് അങ്ങനെ ആയത്. അപ്പോൾ ശിവബാബയാണ് ഗീത പറഞ്ഞത്. ലേക്കിൻ വാസ്തവമേ ശിവ ജയന്തി के बाद हुई ഫട്ട് സെ ഗീതാ ജയന്തി. വാസ്തവത്തിൽ ശിവബാബയുടെ ഇവിടെ വന്നതിന് ശേഷമാണ്, ശിവജയന്തിക്ക് ശേഷം ഉടനെ തന്നെ ബാബ വന്നത് എന്തിനാ? കാണാനും കേൾക്കാനും കഴിക്കാനും കുടിക്കാനുമാണോ? കുട്ടികൾക്ക് ജ്ഞാനം പറഞ്ഞു തരാനായിട്ടാണ്. അപ്പോൾ ബാബ വന്ന ഉടനെ തന്നെ ഗീതാ ജയന്തിയും ഉണ്ടായി. യഹ് ബി പോയിന്റ്സ് ബുദ്ധി മേ റഖ്നി ഹെ. ഈ പോയിന്റ്സൊക്കെ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. പോയിന്റ്സ് तो टेर है. ഇഷ്ടം പോലെ പോയിന്റ്സ് ബാബ തരുന്നുണ്ട്. ബിഗർ നോട്ട് കിയേ യാദ് രഹന സക്കെ. അല്ലെ, ഡെയിലി എത്ര പോയിന്റ്സാണ്? നോട്ട്സ് എഴുതിയെടുത്തില്ലെങ്കിൽ മറന്നു പോകും. ഇന്നലെ എന്താ കേട്ടത്? ഇന്നലത്തെ മുരളിയിലെ വരദാനം എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നലത്തെ മുരളിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട അവ്യക്ത സൂചന എന്തായിരുന്നു? മറന്നു പോകും. ഇന്നലത്തെ മറന്നു, പിന്നെ പഴയത് ഓർമ്മയുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ബാബയുടെ നോട്ട്സ് എഴുതിയെടുക്കണം. നോട്ട്സ് എഴുതിയില്ലെങ്കിൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ബാബ ഇतना नजदीक है, उनका रथ है, वह भी कहते सब पॉइंट समय पर याद आ जाए मुश्किल है. ശിവബാബ ബ്രഹ്മബാബയുടെ എത്ര അടുത്താണ്, ഇത്ര ക്ലോസ് ആണ്. ശിവബാബയുടെ രഥമാണ് ബ്രഹ്മബാബ. എന്നിട്ട് ബ്രഹ്മബാബയും പറയാണ് എല്ലാ പോയിന്റ്സ് ഒന്നും വേണ്ട സമയത്ത് ഓർമ്മ വരാറില്ല, പ്രയാസാണ് എന്ന്. ബാബാനെ സംജായ ഹെ സബ്കോ ദോ ബാബ് കാ രാജ് സംജാവോ. ആർക്കെങ്കിലും ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പം ആദ്യം ദേഹത്തിൻ്റെ അച്ഛനുള്ളത് പോലെ തന്നെ ആത്മാവും അച്ഛനുണ്ട് എന്ന് പറഞ്ഞിട്ട് ജ്ഞാനം പറഞ്ഞു കൊടുക്കും. ശിവബാബയുടെ ജയന്തിയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശിവബാബ ഇവിടെ വരുന്നുണ്ട്. ജസ് ക്രൈസ്റ്റ് ബുദ്ധ ആദി ആക്കർ അപ്പന ധർമ്മ സ്ഥാപൻ കർത്തേ. ക്രൈസ്റ്റും ബുദ്ധനൊക്കെ ഇവിടെ വന്നിട്ട് അവർ ധർമ്മം സ്ഥാപിക്കുന്നില്ലേ, ജ്ഞാനം പറഞ്ഞു കൊടുക്കും. അതേപോലെ ശിവബാബ ഇവിടെ വന്നിട്ട് ജ്ഞാനം പറഞ്ഞു തരാണ്. വഹ ഭി ആത്മാക്കർ പ്രവേശ് ധർമ്മ സ്ഥാപൻ കർത്തി ഹെ. ജീസസ് ഓൾറെഡി ഉണ്ട്. ജീസസിൻ്റെ ദേഹത്തിലേക്ക് ക്രൈസ്റ്റിൻ്റെ ആത്മാ പ്രവേശിച്ചിട്ടാണ് ജ്ഞാനം പറയുന്നത്. അതുപോലെ സിദ്ധാർത്ഥൻ ഓൾറെഡി ഉണ്ട്. സിദ്ധാർത്ഥനിലേക്ക് ബുദ്ധൻ്റെ സോൾ പ്രവേശിച്ചിട്ടാണ് അവരങ്ങനെയാണ് ആത്മാ പ്രവേശിക്കുകയാണ്. വഹേ ഹെവൻലി ഗോഡ് ഫാദർ സൃഷ്ടിക്ക് രചയിതാവ്. അതുകൊണ്ട് ജീസസും ക്രൈസ്റ്റും വേറെയാണ്. അത് ഗോഡ് ഫാദർ, ഹെവൻലി ഗോഡ് ഫാദറാണ്, സൃഷ്ടിയുടെ രചയിതാവാണ്. തോ ജറൂർ നൈ സൃഷ്ടി രചെങ്കിൽ. അപ്പോൾ സൃഷ്ടിയുടെ രചയിതാവ് രചിക്കുമ്പം ഇങ്ങനത്തെ ലോകമാണോ രചിക്കുക? ഇത്രയും ദുഃഖമുള്ള, ഇത്രയും അരാജകത്വം അഴിമതിയുള്ള ഇങ്ങനത്തെ ലോകമാണോ ഭഗവാൻ രചിക്കുക? തീർച്ചയായിട്ടും പുതിയ ലോകമായിരിക്കും രചിച്ചിട്ടുണ്ടാവുക. പുരാണി ദുനിയ തൊടങ്ങി രചെങ്കിൽ പഴയ ലോകമാണോ രചിക്കുക? നൈ സൃഷ്ടിക്കോ സ്വർഗ കഹാ ജാത്ത ഹെ അഭിഹേ നരക്. പുതിയ ലോകം സ്വർഗം എന്നറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ ലോകത്തെ എല്ലാവരും എന്താ പറയണത്? ഇത് നരകമാണെന്ന് അവരോട് തന്നെ പറയുന്നുണ്ട്. ബാബ कहते मैं कल्प के संगम पर आकर तुम बच्चों को राज्यों का ज्ञान देता हूँ. രണ്ടാമത്തെ ഭാഷ ബാബ പറയണം, മക്കളെ ഓരോ കൽപ്പവും, രണ്ട് കൽപ്പം, അടുത്ത കൽപ്പവും ഈ കൽപ്പം കൂടെ സംഗമിക്കുന്ന വേളയിൽ ഞാനിവിടെ വന്നിട്ട് രാജയോഗത്തിൻ്റെ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. യഹ ഭാരത് ക പ്രാചീന योग. ഇതാണ് ഭാരതത്തിൻ്റെ അതിപ്രാചീനമായിട്ടുള്ള യോഗം. കിസ്നെ സിക്കായ? ആരാ യോഗം പഠിപ്പിച്ചത്? ശിവബാബ കാ നാം തോ ഗും കർ ദിയ. ശിവബാബയുടെ പേര് ഇല്ലാണ്ടാക്കി. एक तो कहते हैं गीता का भगवान श्री कृष्ण और विष्णु आदि के नाम दे देते हैं.
ഒരു ഭാഗത്ത് പറയാറുണ്ട് ഗീതാജ്ഞാനം തന്നത് ശ്രീകൃഷ്ണനാണെന്ന് പറയും, അല്ലെങ്കിൽ പറയും വിഷ്ണുവാണ് എന്ന്. ശിവബാബയാണ് രാജയോഗം പഠിപ്പിച്ചത് എന്ന് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. ശിവജയന്തി നിരാകാർക്ക് ജയന്തി ഹി ദിക്കാത്തെ ഹെ. ശിവജയന്തി അല്ലെ, ശിവക്ഷേത്രത്തിൽ ശിവബാബ നിരാകാരി ആയതുകൊണ്ടാണ് ശിവലിംഗം വെക്കുന്നത്. ശിവലിംഗം അല്ലെങ്കിൽ നിരാകാരിയുടെ ജയന്തിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ നിരാകാരി എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക, എന്തായിരിക്കും ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ടാവുക? ബത്തോ സർവകി സദ്ഗതി ദാദ, ലിബറേറ്റർ, ഗൈഡ് ഹെ. ശിവബാബ എല്ലാവർക്കും സദ്ഗതി നൽകുന്നതും ലിബറേറ്റർ, വികാരങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമൊക്കെ നമ്മളെ മോചിപ്പിക്കാം, ലിബറേറ്റ് ചെയ്യാം. പിന്നെ സുഖത്തിലേക്കുള്ള ഗൈഡും ആണ്. അഭി സർവ ആത്മാവോ ഗൈഡ് ചാഹിയെ പരമാത്മാക്ക. ഇപ്പം എല്ലാ ആത്മാക്കൾക്കും പരമാത്മാവിലേക്ക് ഉള്ള ഗൈഡ് വേണം. പരമാത്മാവിലേക്ക് എത്താൻ ഗൈഡ് ആവശ്യമുണ്ട്. വഹബി ആത്മാ ഹെ, പരമാത്മാവും ആത്മാവ് തന്നെയാണ്. ജസ് മനുഷ്യക്ക ഗൈഡ് ബി മനുഷ്യ ഹോത്ത ഹെ ന, മനുഷ്യർക്ക് മനുഷ്യനല്ലേ ഗൈഡാവുന്നത്. അതേപോലെ ആത്മാക്കൾക്ക് ആത്മാവ് തന്നെയാണ് ഗൈഡാകേണ്ടത്. അത് സുപ്രീം ആത്മാവാണ്. മനുഷ്യത്തോ സബ് പുനർജന്മത്തിലെ പതിത് ബനത്തെ ഹെ. മനുഷ്യർ ഗൈഡാക്കാൻ പറ്റില്ല, എന്ന് വെച്ചാൽ എല്ലാവരും പുനർജന്മം എടുത്തിട്ട് പതിതമായി. ഫിർ പാവൻ ബനായ വാപ്പിസ് കോൺ ലേ ജായ, എല്ലാവരും പതിതമായി. അപ്പോൾ പിന്നെ ആർക്കാ പാവനാക്കാൻ പറ്റുക, ആർക്കാ തിരിച്ച് മുക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുക? അപ്പോൾ അതിന് പരമാത്മാവിടെ വരണം. ബാപ്പ് കഹത്തെ മേഹിയാക്കർ പാവൻ ഹോനിക്ക് യുക്തി ബത്താത്ത. ബാബയുടെ മക്കളെ ഞാൻ തന്നെയാണ് ഇവിടെ അവതരിച്ചിട്ട് പാവനമാകുന്നതിനുള്ള യുക്തി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. തും മുജെ യാദ് കറോ, എന്താണ് യുക്തി? നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. ശ്രീകൃഷ്ണ തോ കഹന സക്കെ കി ദേഹിക്ക സംബന്ധം ചോടോ. ശ്രീകൃഷ്ണൻ ദേഹമായിട്ടുള്ള എല്ലാ സംബന്ധങ്ങളെയും ത്യജിക്കൂ എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ദേഹത്തിന്, കൃഷ്ണന് തന്നെ ദേഹമുണ്ട്, ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട്. കൃഷ്ണൻ തന്നെ അവരുടെ കൂടെ ജീവിച്ചത്. അപ്പം എങ്ങനെ നിങ്ങൾ ത്യജിക്കുമെന്ന് പറയാൻ പറ്റും? 84 ജന്മം ലേത്തെ, മുഴുവൻ 84 ജന്മം എടുക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ. സബ് സംബന്ധവും ആത്തെ ഹെ, എല്ലാ ബന്ധുക്കളും ഉണ്ട് കൃഷ്ണന്. ബാപ്കോ അപ്ന ശരീർ നഹി ഹെ, ശിവബാബയ്ക്ക് സ്വന്തം ദേഹമില്ല. തുംകോ യഹ് റുഹാനി യാത്ര ബാബ് സിക്ലാത്തെ ഹെ. മക്കളെ, നിങ്ങൾക്ക് അച്ഛനാണ് ഈ ആത്മീയ യാത്ര പഠിപ്പിച്ചു തരുന്നത്. യഹ് ഹെ റുഹാനി ബാബ് കി റുഹാനി ബച്ചോം പ്രതി റുഹാനി നോളജ്. ഇത് ആത്മീയ അച്ഛൻ ആത്മീയ മക്കളെ പ്രതി പറയുന്ന ആത്മീയ ജ്ഞാനമാണ്. ശ്രീകൃഷ്ണ കോയിക്ക റുഹാനി ബാബ് തൊടഹി ഹെ. ശ്രീകൃഷ്ണൻ ആരുടെയും ആത്മീയ അച്ഛനൊന്നുമല്ല. സബ്കാ റുഹാനി ബാബ് മേഹു, എല്ലാവരുടെയും ആത്മാവിൻ്റെ അച്ഛൻ ഞാനാണ്. മേഹി ഗൈഡ് ബൻ സക്താ ഹോ, ഞാൻ മാത്രമേ ഗൈഡും ആകാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാവരും പതിതരായില്ലേ. പിന്നെ ഇങ്ങനെ പാവനമാകാനായിട്ടുള്ള വഴി അവർ കാണിച്ചു തരാൻ പറ്റും. അവർക്കറിയാമായിരുന്നെങ്കിൽ അവർ പതിതാവില്ലല്ലോ. ആദ്യം അവർക്കറിയാത്തതുകൊണ്ടല്ലോ അവരും പതിതമായത്. ലിബറേറ്റർ, ഗൈഡ്, ബ്ലിസ്ഫുൾ, പീസ്ഫുൾ, എവർ പ്യോർ, സബ് മേരെ ലിയേ കഹത്തെ ഹെ. ഇത്രയും മഹിമ. ലിബറേറ്ററാണ്, ഗൈഡാണ്, ആനന്ദസാഗരമാണ്, പീസ്ഫുള്ളാണ്, ശാന്തിയുടെ സാഗരമാണ്, എവർ പ്യോറാണ്. ഇതൊക്കെ എന്നെ കുറിച്ചുള്ള മഹിമകളാണ്. അഭി തും ആത്മാവോ നോളജ് ദേ രഹേ. ആ അച്ഛനാണ് ഇപ്പോൾ ആത്മാക്കളായി നമ്മൾക്കൊക്കെ ജ്ഞാനം തന്നുകൊണ്ടിരിക്കുന്നത്. ബാബ് കഹത്തെ മേ ഇസ് ശരീർ ദ്വാര തുംകോ ദേ രഹാ ഹോ. ബാബയാണ് ഞാനാണ് ഈ ബ്രഹ്മ ബാബയുടെ ദേഹത്തിലൂടെ നിങ്ങൾക്ക് ജ്ഞാനം തരുന്നത്. തുമ്പി ശരീർ ദ്വാര ജ്ഞാൻ ലേ രഹേ ഹോ. നിങ്ങളും ദേഹത്തിലൂടെ ജ്ഞാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗോഡ് ഫാദറാണ് അല്ലേ, ഈശ്വരനാണ്, ആത്മാക്കളുടെ അച്ഛനാണ്. ഇൻകാ രൂപി ബത്തായ. ഈ അച്ഛൻ്റെ രൂപവും പറഞ്ഞു. എന്താണ് രൂപം? ആത്മാവ് എങ്ങനെയാണ് ബിന്ദുവായിരിക്കുന്നത്, അതുപോലെ തന്നെ പരമാത്മാവും ബിന്ദുവാണ്. നാച്ചുറലാണ്, ആരും ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല. അപർനാഥിൽ ഐസ് കൊണ്ട് ഉണ്ടാക്കി വയ്ക്കുകയാണ്. എല്ലാം ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ വിഗ്രഹങ്ങളും ഉണ്ടാക്കിയതാണ്, ശിവലിംഗം ഉണ്ടാക്കിയതാണ്. ഇതങ്ങനെയൊന്നുമല്ല. വാസ്തവമേ ബഡി കുതിരത്തോ ഏഹ്. സത്യത്തിൽ ഏറ്റവും വലിയ പ്രകൃതിദത്തമായത് എന്ന് പറയേണ്ടത് പരമാത്മാവും ആത്മാവുമാണ്. ഇത്ര ചെറിയ ആത്മാവ്, അതിൽ 84 ജന്മങ്ങളുടെ റോഡ് റെക്കോർഡായിട്ടുണ്ട്. അതിനാണ് നാച്ചുറൽ നേച്ചർ എന്ന് പറയുന്നത്. ബാബ് കാബി ഡ്രാമ പാർട്ട്. ബാബയ്ക്കും ഈ നാടകത്തിൽ പാർട്ടുണ്ട്. മക്കളെ, ഭക്തി മാർഗത്തിലും ഞാൻ നിങ്ങളുടെ സേവനം ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെ പാർട്ടാണത്? ഭക്തി മാർഗത്തിൽ നിങ്ങളുടെ സേവനം ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളും 84 ജന്മങ്ങൾ എടുക്കുന്ന അവിനാശിയായിട്ടുള്ള ആത്മാവാണ്. അതുകൊണ്ടാണ് ഇതിനെ നേച്ചർ, നാച്ചുറൽ എന്ന് പറയുന്നത്. എങ്ങനെ വർണ്ണിക്കാനാണ്? അത്ര കുഞ്ഞാണ് ആത്മാവ്.
ഏ ബാത്തെ സുൻകർ വണ്ടർ ഖാത്തെ ഹെ, ഇതൊക്കെ കേട്ടിട്ട് അതിശയിക്കുന്നുണ്ട്. ആത്മാവ് അതിസൂക്ഷ്മമായിട്ടുള്ള നക്ഷത്രം പോലെയുള്ളത്. കറക്റ്റായിട്ട് കൃത്യമായിട്ട് 84 ജന്മങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സുഖവും കറക്റ്റായിട്ട് കൃത്യമായിട്ട് 21 ജന്മം അനുഭവിക്കുന്നുണ്ട്. ഇത് നേച്ചറാണ്. ബാബയും ആത്മാവ് തന്നെയാണ്, പക്ഷെ പരമാത്മാവാണ്, ഗുണങ്ങളിൽ പരമനാണ്. മുഴുവൻ ജ്ഞാനം ശിവബാബയിലുണ്ട്. അത് കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്. യഹ് നയി ബാത്തെ നയെ മനുഷ്യ സുൻകർ കഹെങ്കെ ഇൻകാ ജ്ഞാൻ തോ കോയി ശാസ്ത്രാദി മേ ഹേ നഹി. ഇത് തികച്ചും പുതിയ കാര്യമാണ്. പുതിയതായിട്ട് വരുന്നവർ കേട്ടിട്ട് എന്താ പറയുക, ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും ശാസ്ത്രങ്ങളിലില്ലല്ലോ, ശാസ്ത്രങ്ങൾ എഴുതിയതുപോലെ അല്ല ഇവർ പറയുന്നത് എന്നാണ് അവർ പറയുന്നത്. ഫിർ ഭി ജിൻഹോനെ കൽപ്പ് പഹലെ സുനാ ഹെ വർഷാ ലിയാ ഹെ വഹി വൃദ്ധിക്കോ പാത്തേ രഹത്തെ ഹെ. അപ്പോൾ ഈ ഋഷികളൊക്കെ പറയുന്നത് വെറുതെയാണോ, അവർ മെഡിറ്റേഷനിൽ കൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളല്ലേ എന്നൊക്കെ പറയും. എത്രയായാലും പരമാത്മ പറയുന്നത് പോലെ ഋഷികൾക്ക് പറയാൻ പറ്റുമോ? അത് രചനയല്ലേ. രചനയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളില്ല, അതല്ല. ഇത് രചയിതാവ് രചനയെക്കുറിച്ച് പറഞ്ഞതാണ്. അത് തീർച്ചയായിട്ടും രചന പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ലേ എന്ന് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ബാബ പറയണ, ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ കേട്ടത്, കൽപ്പം മുമ്പ് കേട്ടത്, ആസ്തി വാങ്ങിയത്, അവരിവിടെ വരും. അങ്ങനെ ഈ കുടുംബം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. സമയമെടുക്കും. പ്രജ ഠേർ ബന്തി ഹെ, പ്രജകൾ നിരവധി ഉണ്ടാവുന്നുണ്ട്. വത്ത് സഹജ്, പ്രജയാവാഞ്ച സഹജമാണ്. അതിന് വലിയ പുരുഷാർത്ഥമൊന്നും ചെയ്യേണ്ട. രാജാവാകാനാണ് അറ്റൻഷൻ വെക്കേണ്ടത്. മനുഷ്യ ജോ ബഹുത് ദാൻ കർത്തേ ഹെ തോ രാജായി ഗരം മേ ജനം ലേത്തെ ഹെ. ആരാണോ മനുഷ്യരെ ഒത്തിരി ദാനപുണ്യമൊക്കെ ചെയ്യുന്നത്, അവർ രാജകുടുംബത്തിൽ പോയി ജന്മെടുക്കാറുണ്ട്. പാവങ്ങളും തന്നെ അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവരും ദാനപുണ്യമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നവർ തീർച്ചയായിട്ടും രാജാവാകുമായിരിക്കും അടുത്ത ജന്മത്തിൽ. ജോ പൂരെ ഭഗത് ഹോത്തെ ഹെ വ ദാൻ പുണ്യ ബി കർത്തെ ഹെ. നല്ല ഭക്തന്മാർക്ക് ദാനപുണ്യം ചെയ്യുന്ന ശീലമുണ്ട് അല്ലേ. ക്ഷേത്രങ്ങളൊക്കെ നോക്കി എത്ര സമ്പത്താണ്. സൗക്കാറോസെ പാപ് ജാസ്തി ഹോത്തെ ഹെ. ധനവാന്മാർ കുറേ സമ്പത്തൊക്കെ പാപം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഗരീബ് മേ ശ്രദ്ധ ബഹുത് രഹത്തി ഹെ. പാവങ്ങൾക്ക് നല്ല ബഹുമാനമുണ്ട് ഗുരുജനങ്ങളോടും ഭക്തിയോടും ദേവതകളോടും ഒക്കെ. വह बहुत प्यार से थोड़ा भी दान करते हैं तो बहुत मिलता है. അവർക്ക് കൊടുക്കാൻ വലുതായിട്ടൊന്നും കാണില്ലായിരിക്കാം, കുറച്ചേ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ സ്നേഹത്തോടെ കൊടുക്കണ കാരണം അവർക്ക് കൂടുതൽ പുണ്യം കിട്ടും. ഗരീബ് ഭക്തി ബി ബഹുത് കർത്തെ ഹെ. നിർധനരായിട്ടുള്ളവരാണ് നന്നായിട്ട് ഭക്തി ചെയ്യുന്നത്. ദർശൻ ദോ നെഹിത്തോ ഹം ഗല കാട്ട് ദേത്തെ ഹെ. ചിലർക്ക് അത്ര ഭക്തിയാണ്, അവർക്ക് ആ ദർശനത്തിന് വേണ്ടി അവരങ്ങ് പെടയും കൊതിക്കും. ദർശനം തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഴുത്ത് വെട്ടും എന്ന് പറയും. എന്നുവെച്ചാൽ നിന്നെ കാണാണ്ട് പിന്നെ ഇരുന്നിട്ട് എന്താ കാര്യം, അപ്പോൾ ഞാൻ ചാകുകയാണ് എന്ന് പറയും. സൗക്കാർ ഏസിന് ധനവാന്മാർ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. സാക്ഷാത്കാർ ബി ഗരീബുവും കോഹോത്ത ഹെ. നല്ല ഭക്തി ചെയ്യുന്ന കാരണം പാവങ്ങൾക്ക് സാക്ഷാത്കാരവും കിട്ടാറുണ്ട്. വഹി ദാൻ പുണ്യ കർത്ത ഹെ. അവരൊത്തിരി ദാനപുണ്യവും ചെയ്യാറുണ്ട്. രാജായ ബി വഹ ബന്ത ഹെ. അങ്ങനെ അവർ രാജാക്കന്മാരും ആകാറുണ്ട്. വേസേ പൈസ വാലോങ്കോ അഹങ്കാരം എത്താൻ. ധനമുള്ളവർക്ക് അഹങ്കാരം ഉണ്ടാവാറുണ്ട്. ഇവിടെ അതേപോലെ പാവങ്ങളായിട്ടുള്ളവർക്കാണ് 21 ജന്മങ്ങളിലേക്കുള്ള സുഖം ആസ്തിയായിട്ട് കിട്ടുന്നത്. ബാബടുത്തും സാധാരണക്കാരാണ് കൂടുതൽ, വരുന്നവരിൽ കൂടുതൽ പേരും സാധാരണക്കാരാണ്. സൗക്കാർ പിച്ചാടിമായെങ്കിൽ ധനവാന്മാർ ലാസ്റ്റിലേ വരലും. तो भारत जो इतना ऊंच था सो फिर इतना गरीब कैसे हुआ तुम समझते हो. എത്ര ഉയർന്നതായിരുന്നു ഭാരതം അല്ലേ, പിന്നെ എങ്ങനെ ഇത്ര നിർധന ദേശമായിട്ട് മാറി? കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കി. ഭൂകമ്പമൊക്കെ ഉണ്ടായപ്പം സ്വർണ്ണ കൊട്ടാരങ്ങളൊക്കെ ഭൂമിയുടെ അടിയിലേക്ക് പോയി. അങ്ങനെ ഭാരതം നിർധന ദേശമായി. അത് കഴിഞ്ഞ് രാവണരാജ്യം ആരംഭിച്ചപ്പം ഭാരതീയരുടെ സംസ്കാരം മോശമായപ്പോൾ പിന്നെ വിദേശികൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഭരിക്കാൻ തുടങ്ങി. പിന്നെ ഒത്തിരി പ്രശ്നങ്ങളും മുറവിളിയും ഒക്കെ ആയിരുന്നു. फिर ऐसी चीज़ें रह न सके. हर चीज़ की आयु तो होती है ना. ഒത്തിരി മോശമായി കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. वहाँ जैसे मनुष्यों की आयु बड़ी होती है वैसे मकान की भी आयु बड़ी होती है. സത്യത്തിൽ മനുഷ്യർക്ക് ദീർഘായുസ്സുണ്ട്. ആവറേജ് ആയുസ് തന്നെ 150ആണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ടെന്ന് അർത്ഥം. അതേപോലെ വീടുകളും കുറേ കാലം ഉണ്ടാവും. അവിടുത്തെ വീടുകൾ സോനേക്കെ മാർബിൾക്കെ ബഡേ ബഡേ മക്കാൻ ബനത്തെ ജായെങ്കിൽ. സ്വർണവും മാർബിളൊക്കെ ഉപയോഗിച്ച് വലിയ വലിയ കൊട്ടാരങ്ങൾ അവിടെ പണി കഴിപ്പിക്കുന്നത്. സോനയ്ക്കത്തോ ഓർഹി മജ്ബൂത്ത് ഹോങ്കി. സ്വർണം കൊണ്ടുള്ളതായതുകൊണ്ട് കൂടുതൽ ശക്തിശാലിയായിരിക്കും, സ്ട്രോങ് ആയിരിക്കും.
നാടകത്തിലും കാണിക്കാറുണ്ട്. ലഡായി ഹോത്തി ഹേ, മക്കാൻ ടൂട്ട് ഫൂട്ട് ജാത്തെ ഹേ. യുദ്ധം വരുമ്പം ബോംബൊക്കെ വർഷിച്ചിട്ട് ബിൽഡിങ്ങൊക്കെ തവിട് പൊടിയാകുന്നത് കാണിക്കുന്നില്ലേ? ഫിർ ബൺ ജാത്തെ ഹേ, പക്ഷെ പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കുകയും ചെയ്യും. ഉനോക്കി ബനാവട്ട് ഏസി ഹോത്തി ഹേ, അത്ര നിറയെ മെഷീൻസൊക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ വീണ്ടും ഉണ്ടാക്കും. ये जो स्वर्ग के महल आदि बनाएंगे ऐसे तो नहीं दिखाएंगे. मिस्री लोग कैसे मकान बनाते हैं. ഇവിടെ മേസ്ത്രിയും കൂലിപ്പണിക്കാരെയൊക്കെ വെച്ചിട്ട് വീട് പണിയണ പോലെ ഒന്നുമല്ല സ്വർഗത്തിൽ കൊട്ടാരങ്ങൾ പണി കഴിപ്പിക്കുന്നത്. ഹാ സമസ്ത ഹേ വഹി മക്കാൻ ഹോങ്കെ. കഴിഞ്ഞ കൽപ്പത്തിൽ അല്ലെങ്കിൽ ഈ കൽപ്പത്തിലുണ്ടായിരുന്ന അതേപോലത്തെ കൊട്ടാരം തന്നെയാണ് അടുത്ത കൽപ്പത്തിലും പണി കഴിപ്പിക്കുക. ഭാവിയിൽ നിങ്ങൾക്കും സാക്ഷാത്കാരമൊക്കെ കിട്ടും. വിവേകം അങ്ങനെയാണ് പറയുന്നത്. ഇൻ ബാത്തോസെ ബച്ചോങ്ക താലൂക്ക്, ഇതുമായിട്ട് കുട്ടികൾക്ക് യാതൊരു കണക്ഷനും ഇല്ല. ആ വക കാര്യങ്ങൾ, സത്യത്തിൽ എങ്ങനെയാണ് കുട്ടികൾ ജനിക്കുക, സത്യത്തിൽ എങ്ങനെയാണ് ബിൽഡിംഗ് പണിയുക, അവിടെ എങ്ങനെയാണ് എയറോപ്ലെയിൻ ഉണ്ടാക്കുക, അതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട. ഇപ്പം പുരുഷാർത്ഥം ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അല്ലേ? അതൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ പോണെന്ന് പറഞ്ഞിട്ട് ബാബ മനസ്സിലാക്കി തരും. ബച്ചോങ്കോത്തോ പടായി പഠനീ, പഠിക്കാനുള്ള കാര്യത്തിലാണ് കുട്ടികൾക്ക് ശ്രദ്ധ ഉണ്ടാവേണ്ടത്. സ്വർഗത്തിൻ്റെ യജമാനകത്തെക്കാളും പഠിക്കണം. സ്വർഗവും നരക് അനേക ബാർ പാസ് ഹുവാ ഹെ. സ്വർഗവും നരകവും അനേക തവണ ഈ സൃഷ്ടിയിൽ കടന്നു പോയിട്ടുണ്ട്. ഓരോ കൽപ്പത്തിലും ആദ്യം സ്വർഗമായിരുന്നു, പിന്നെ നരകമാണ്, വീണ്ടും സ്വർഗം നരകം. ഇപ്പം രണ്ടും കഴിഞ്ഞു, സ്വർഗം കഴിഞ്ഞു, ഇപ്പോൾ നരകുത തീരാറായി. ഇപ്പോൾ സംഗമയുഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഗമയുഗമേ ഈ നോളജ് നഹി ഹോഗി. സത്യയുഗത്തിൽ ഈ ജ്ഞാനം ഉണ്ടാവില്ല, അല്ലെ? ബാബ തന്ന ഈ ജ്ഞാനം കാലഹരണപ്പെട്ടു പോകും, സത്യയുഗത്തിൽ ഉണ്ടാവില്ല. ഇപ്പോൾ കുട്ടികൾക്ക് മുഴുവനും ജ്ഞാനമുണ്ട്. ലക്ഷ്മി നാരായണക്ക് രാജ്യ കിസ്നെ ദിയാത്ത, ലക്ഷ്മി നാരായണൻ ആരാണ് ഈ രാജ്യം കൊടുത്തത് എന്ന് അവിടെ അവർക്കറിയില്ല. ഇപ്പം നമുക്കറിയാം. അഭിത്തും ബച്ചോങ്കോ മാലും ഹെ, കുട്ടികൾക്ക് ഇപ്പം ഇതൊക്കെ അറിയാം. ഇന്നോനെ യഹ വർഷ കിസ്സേ പായ, ഈ ശ്രീലക്ഷ്മി ശ്രീനാരായണനും മുഴുവനും ഭൂമിയുടെ ചക്രവർത്തിയും ചക്രവർത്തിനിയും എന്ന പദവി ആരിടത്താണ് വാങ്ങിയത്? യഹാ പടായി പഠിക്കർ സ്വർഗക്കെ മാലിക് ബനത്തെ ഹെ. സംഗമയുഗത്തിൽ പഠിച്ചിട്ടാണ് അവർ സ്വർഗത്തിന് ചക്രവർത്തി ആകുന്നത്. ഫിർ വഹാൻ ജാക്കർ മഹലാദി ബനാത്തെ, പിന്നെ അവിടെ പോകുമ്പോൾ വലിയ വലിയ കൊട്ടാരങ്ങളിലൊക്കെ അവർ താമസിക്കുന്നത്. സർജൻ ബി ബഡേ ബഡേ ഹോസ്പിറ്റൽ ബനാത്തെ ഹെ. നല്ല നല്ല സർജനൊക്കെ അവർക്ക് തന്നപോലെ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ പണി കഴിപ്പിക്കാറില്ലേ? ബാബ് തും ബച്ചോങ്കോ ദിൻ പ്രതിദിൻ അച്ചി അച്ചി പോയിന്റ് സുനാ രഹേ ഹെ. ബാബ കുട്ടികൾക്ക് അനുദിനം നല്ല നല്ല പോയിന്റ്സൊക്കെ കേൾപ്പിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. തുമാര ദന്താഹി, എന്താ നമ്മുടെ ബിസിനസ്? മുറിയുടെ ആരംഭത്തിൽ ബാബ എന്താ പറഞ്ഞേ? എന്താ നമ്മുടെ ബിസിനസ്? ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുക എന്നതാണ്, എല്ലാവർക്കും വഴി കാണിച്ചു കൊടുക്കുക എന്നതാണ്. ജैसे ബാബ് കിട്ന പ്യാർ സെ ബെഡ് സംജാത്തെ, പക്ഷെ എങ്ങനെ ചെയ്യണം അതും പറഞ്ഞു തരാണ്. എത്ര സ്നേഹത്തോടെ ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മറ്റുള്ള ആൾക്കാർ തർക്കിക്കാനോ വാദിക്കാനോ സംശയവും ഒക്കെ ആയിട്ട് വന്നാലും നമ്മൾ ബാബ പറഞ്ഞു തരുന്ന പോലെ തന്നെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം. ദേഹാഭിമാനിക്ക് ദർക്കാറിന്, ദേഹാഭിമാനത്തിൻ്റെ ആവശ്യമേ ഇല്ല. ആധ്യാത്മിക ഉന്നമനത്തിന് ദേഹാഭിമാനം വളരെ വലിയ തടസ്സമാണ്. ബാപ്കോ കബി ദേഹാഭിമാൻ നെഹി, അച്ഛൻ എപ്പോഴെങ്കിലും ദേഹാഭിമാനം കാണിച്ചിട്ടുണ്ടോ? ശിവബാബയാകട്ടെ ബ്രഹ്മബാബയാകട്ടെ എപ്പോഴെങ്കിലും അഹങ്കാരം കാണിച്ചിട്ടുണ്ടോ? തുമക്കോ മെഹനത് സാരി ദേഹി അഭിമാനി ഹോനേമേ ലഗത്തി ഹെ. നിങ്ങൾക്ക് മുഴുവനും ശ്രദ്ധ വേണ്ടത് ദേഹി അഭിമാനിയായിരിക്കുക എന്നതിലാണ്. ജോ ദേഹി അഭിമാനി ബൻ ബാപ് കാ ബേട്ട് പരിചയ ദേത്തെ ഹെ ഗോയ ബഹുതോ കാ കല്യാൺ കർത്തെ ഹെ. ദേഹി അഭിമാനിയായിട്ടുള്ള കുട്ടികൾ ബാബയുടെ പരിചയം കൊടുത്താൽ അവർക്ക് നിരവധി പേരുടെ മംഗളം ചെയ്യാൻ പറ്റും. പഹലെ ദേഹാഭിമാൻ ആനേസെ ഫിർ ഓർ വികാരാത്തെ ഹെ. ആദ്യം ദേഹാഭിമാനം വരും, പിന്നെ മറ്റു വികാരങ്ങളൊക്കെ ദേഹത്തെ കാണുമ്പോഴാണ് കാമവും ക്രോധവും ലോഭവും എല്ലാം വരുന്നത്. പിന്നെ മറ്റു വികാരങ്ങൾ വരും. ലഡ്ന ജഗഡന നവാബിസെ ചലന, വഴക്കുണ്ടാക്കുക, പിണങ്ങുക, വലിയ ഞാനാണ് ഇവിടുത്തെ വലിയ ആളെന്ന് പറഞ്ഞാൽ ആള് ചമയുക, ഇതൊക്കെ ദേഹാഭിമാനമാണ്. ബൽ അപ്ന രാജയോഗ ഹെ തോ ബി ബഹുത് സാധാരണ. നമ്മൾ രാജയോഗ പഠിക്കുന്നത്, പക്ഷെ നമ്മുടെ ജീവിതം വളരെ സിമ്പിളായിരിക്കണം. തോടി ചീജിമേ അഹങ്കാർ ആ ജാത്ത, ചിലർക്കാണെങ്കിൽ അല്പം സ്വല്പം കിട്ടുമ്പോഴേക്കും തന്നെ അഹങ്കാര. ഗഡി ഫാഷനബിൾ ദേക്കി തോ ദിൽ ഹോഗി യഹ് പേനെ. നല്ല ഫാഷനബിൾ ആയിട്ടുള്ളൊരു വാച്ച് കണ്ട അത് വേണം, ഡ്രസ്സ് കണ്ട അത് വേണം,
ആരെങ്കിലും കേശാലങ്കാരം കണ്ട അങ്ങനെ വേണം, ക്യാ ചലത്താ ഹോഗ, അതായിരിക്കും പിന്നെ എപ്പോഴും. അത് വാങ്ങണം, എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, ആരാ വാങ്ങിയത്. ഇസ്കോ ബി ദേഹാഭിമാൻ കഹാജാത്ത്. ഇങ്ങനെയുള്ളതിനോടുള്ള ആകർഷണവും ദേഹാഭിമാനം തന്നെയാണ്. അച്ചി ഊഞ്ചി ചീച്ച് ഹോഗിത്തോ സമ്പാലന പടെ. നല്ലതാണെങ്കിലാണ് ശ്രദ്ധ കൂടുതൽ വേണം അതിൽ. പിന്നെ അത്രയും ബാബ ഓർമ്മിക്കാൻ പറ്റില്ല അല്ലേ. അത്ര ശ്രദ്ധ പിന്നെ ബാബയിൽ നിന്ന് കുറയുമല്ലോ. ആരെങ്കിലും എടുക്കാൻ ചാൻസ് ഉണ്ട്, മോഷണം പോകാൻ ചാൻസ് ഉണ്ട്, എവിടെയെങ്കിലും കാണാണ്ട് പോയാൽ ഒത്തിരി കാശുണ്ടല്ലോ, അപ്പം നഷ്ടം, വലിയ നഷ്ടമല്ലേ. ഗും ഹോഗിത്തോ ക്യാൽ ഹോഗ. കാണാണ്ട് പോയാൽ പിന്നെ വലിയ വിലയില്ലാത്തത് വാങ്ങിച്ചാൽ കാണാണ്ട് പോയാൽ അത്ര സങ്കടമൊന്നും വരില്ല. യോഗ ചെയ്യുമ്പം ബാബയുടെ ഓർമ്മ വരും. വിലപിടിപ്പുള്ള സാധനം കാണാണ്ട് പോയാൽ ഒരുപാട് സങ്കടം വരും. ബാബ ഓർമ്മിക്കുമ്പം ബാബയുടെ ഓർമ്മ വരില്ല, അതായിരിക്കും ഓർമ്മ വരിക. അന്ത സമയം കുച്ചിബി യാദായ തോ പത് ബ്രഷ് ഹോ ജായേഗ. അന്തിമ സമയത്ത് ഒരൊറ്റ ബാബയുടെ മാത്രം ഓർമ്മ ഉണ്ടാവണം. അതിന് പകരം വേറെ എന്തെങ്കിലും ഓർമ്മ വന്നാൽ പദവി ഭ്രഷ്ടാകും. ഈ ദേഹാഭിമാനവും പിന്നെ ശീലമായിട്ട് മാറും, പിന്നെ ശീലമാകും. പിന്നെ സേവ ചെയ്യുന്നതിന് പകരം ഡിസർവീസ് ആയിരിക്കും നടക്കുക. രാവണനെ തുമക്കോ ദേഹ അഭിമാനി ബനായ. രാവണനാണ് നിങ്ങളെ ദേഹാഭിമാനി ആക്കിയത്. ദേഖ്തേ ഹോ ബാബ കിത്ന സാധാരണ ചലത്തെ ഹെ. ബ്രഹ്മബാബയെ നിങ്ങൾ കാണുന്നില്ലേ, എത്ര സാധാരണമാണ് ബാബ. ഹരക്കിക്ക് സർവീസ് ദേക്കി ജാത്തി. ഓരോരുത്തരുടെയും സേവനം ബാബ ശ്രദ്ധിക്കാറുണ്ട്. മഹാരഥി ബച്ചോങ്കോ അപ്പന ഷോ കർണ ചായേ. മഹാരഥിയായിട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അവരുടെ കഴിവ് ബാബയുടെ സേവയുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. മഹാരഥിയോं को ही लिखा जाता है तुम फलाने जगह जाकर भाषण करो. മഹാരഥികളോടൊക്കെയാണ് ബാബ നിർദ്ദേശം കൊടുക്കാറ്. ഇന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടെ പ്രഭാഷണം ചെയ്യുക, ഇവിടെ ഇന്ന സേവ ചെയ്യുക എന്നൊക്കെ. ഏക് ദോക്കോ ബുലാത്തെ ഹെ. അവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരിവരെയൊക്കെ ക്ഷണിക്കാറുണ്ട്. ലേക്കിൻ ബച്ചോമേ ദേഹാഭിമാൻ ബഹുത് രഹത്ത ഹെ. പക്ഷേ ചിലർക്കാണെങ്കിൽ കുറച്ച് സേവ ചെയ്യുമ്പോഴേക്കും വലിയ ദേഹാഭിമാനമാണ്. ചിലർക്കാണെങ്കിൽ അവരെയൊക്കെ ക്ഷണിക്കാൻ ഇവർക്ക് ദേഹാഭിമാനമാണ്. ഭാഷമേ ഭലെ അച്ഛേ ഹേ പരന്തു ആപസ്മേ റുഹാനി സ്നേഹി. ചിലരാണെങ്കിൽ നല്ല പ്രഭാഷണമൊക്കെ ചെയ്യും, പക്ഷേ പരസ്പരം ആത്മീയ സ്നേഹത്തോടെ ഇടപെടാൻ അറിഞ്ഞുകൂടാ. ദേഹാഭിമാൻ ലൂൻ പാനി ബനാ ദേത്ത ഹെ. ദേഹാഭിമാനം വരുമ്പോൾ പിന്നെ പിണക്കായിരിക്കും, പ്രതീക്ഷകളാണ്, പിണക്കാണ്, മിണ്ടില്ല. കൊയ് ബാത്മേ ജട്ട് ബിഗടപ്പെടുത്താ ഹെ. ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങും. പിന്നെ യേ ബി നഹി ഹോനാ ചായേ. ഇസ്ലിയെ അങ്ങനെയൊന്നും ആ സ്വഭാവമൊന്നും കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ബാബ പറയാണ് കൊയ്ക്ക് പൂച്ചന ഹെ തോ ബാബ സാക്കർ പൂച്ചു. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ബാബ അടുത്തൊന്നും ചോദിക്കും. ബാബ ഞാൻ എവിടെയാണ് പരിവർത്തനപ്പെടേണ്ടത്, എൻ്റെ ഉള്ളിൽ എന്ത് മാറ്റമാണ് ഞാൻ കൊണ്ടുവരേണ്ടത് എന്ന് ബാബ അടുത്തൊന്ന് ചോദിക്കും. കൊയ് കഹേ ബാബ ആപ്കോ കിത്നെ ബച്ചേ ഹെ. ബാബ അടുത്ത് ചോദിക്കാൻ നിൽക്കട്ടെ ആരെങ്കിലും, ബാബയ്ക്ക് എത്ര കുട്ടികളുണ്ട്? അപ്പം എന്ത് ഉത്തരം ബാബ പറയാ? ബാബ പറയാം എനിക്ക് നിരവധി കുട്ടികളുണ്ട്. ചില കുട്ടികളാണെങ്കിൽ കുപുത്രന്മാരാണ്, ചില നല്ല നല്ല സുപുത്രന്മാരും എനിക്കുണ്ട് എന്ന് പറയും. ഇത്ര നല്ല അച്ഛൻ, ആ അച്ഛൻ പറയുന്നത് അനുസരിക്കണ്ടേ? അച്ഛൻ്റെ കാര്യത്തിന് വിഘ്നമാകാൻ പാടുമോ? എത്ര നല്ല അച്ഛനാ! അച്ഛനോട് എത്രത്തോളം സത്യസന്ധതയുള്ളവരാകണം, പതിവ്രതകളാകണം. अच्छा मीठे मीठे सिखे लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम सब रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. शुक्रिया बाबा शुक्रिया. धारणा के लिए मुख्य सार. ദേഹാഭിമാനത്തിൽ പെട്ടിട്ട് യാതൊരു പ്രകാരത്തിലുള്ള ഫാഷൻ ചെയ്യരുത്. ജാസ്തി ഷോക്ക് നഹി റഖ്നെ ഹെ. വളരെയധികം താല്പര്യം ഉണ്ടാവരുത് അല്ലേ, അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ആർത്തി, ആസക്തി ഇതുണ്ടാവരുത്. ബഹുത് ബഹുത് സാധാരണ ഹോക്കർ ചലന ഹെ. വളരെ വളരെ സാധാരണമായ രീതിയിൽ വേണം ജീവിക്കാൻ. വളരെ വളരെ സാധാരണമായ രീതി, സിമ്പിളായിരിക്കണം ജീവിക്കാൻ അല്ലെ. വലിയ വലിയ മഹാന്മാരൊക്കെ വളരെ സിമ്പിളാണ്. നമ്മളാണെങ്കിൽ ദേവന്മാരാ, അപ്പം എത്ര സിമ്പിളായിരിക്കണം. വളരെ വളരെ സാധാരണമായിട്ടുള്ള രീതിയിൽ വേണം ജീവിക്കാൻ. രണ്ടാമത്തെ പോയിന്റ്, ആപസ് മേ ബഹുത് ബഹുത് റുഹാനി സ്നേഹസേ ചലന ഹെ. പരസ്പരം വളരെ വളരെ ആത്മീയ സ്നേഹത്തോടെ ഇടപെടണം, പെരുമാറണം. പരസ്പരം വളരെ സ്നേഹത്തോടെ, ആത്മീയ സ്നേഹത്തോടെ പെരുമാറണം.
കബി ബി ലൂൻ പാനി നഹി ഹോനാ ഹെ. ഒരിക്കലും പെരുമാറ്റം ഉപ്പുവെള്ളം പോലെ ആവരുത്. ആരോടും പിണങ്ങരുത്, ഒരിക്കലും ആരോടും പിണങ്ങരുത്. ബാബ കാ സപൂത്ത് ബച്ച ബന്ന ഹെ. ബാബയുടെ സുപുത്രനാകണം, ബാബയുടെ സുപുത്രനാകണം. അഹങ്കാർ മേ കബി നഹി ആനാ ഹെ. ഒരിക്കലും അഹങ്കരിക്കരുത്, യാതൊരു കാരണവശാലും അഹങ്കരിക്കരുത്. വരദാനം. अपने भाग्य और भाग्य विदाता के गुण गाने वाले सदा प्रसन्नजित भव. തൻ്റെ ഭാഗ്യത്തെയും തൻ്റെ ഭാഗ്യത്തിൻ്റെയും ഭാഗ്യവിധാതാവിൻ്റെയും ഗുണഗാനം പാടുന്ന, തൻ്റെ ഭാഗ്യത്തിൻ്റെയും ഭാഗ്യവിധാതാവിൻ്റെയും ഗുണഗാനം പാടുന്ന സദാ പ്രസന്നചിത്ത് ഭവ. സദാ പ്രസന്നചിത്ത് ഭവ. അതിൻ്റെ വിശദീകരണം, സഭി ब्राह्मण बच्चों को जन्म से ही ताज तख्त तिलक जन्मसिद्ध अधिकार के रूप में प्राप्त होता है. എല്ലാ ബ്രാഹ്മണ സന്താനങ്ങൾക്കും ജനിച്ചപ്പോൾ തന്നെ കിരീടം, സിംഹാസനം, തിലകം, രാജതിലകം, കിരീടം, സിംഹാസനം, രാജതിലകം എന്നിവ ജന്മസിദ്ധ അവകാശമായി ലഭിച്ചിട്ടുണ്ട്. तो इस भाग्य के चमकते हुए सितारों को देखते हुए अपने भाग्य और भाग्य विधाता के गुण गाते रहो. അതുകൊണ്ട് ഈ ഭാഗ്യത്തിൻ്റെ തിളങ്ങുന്ന നക്ഷത്രത്തെ നിരന്തരം കണ്ട്, അതുകൊണ്ട് ഈ ഭാഗ്യത്തിൻ്റെ തിളങ്ങുന്ന നക്ഷത്രത്തെ നിരന്തരം കണ്ട് ഭാഗ്യവിധാതാവിൻ്റെ ഗുണഗാനം പാടിക്കൊണ്ടിരിക്കൂ. ഭാഗ്യവിധാതാവിൻ്റെ ഗുണഗാനം പാടിക്കൊണ്ടിരിക്കും. ഭാഗ്യത്തിൻ്റെയും ഭാഗ്യവിധാതാവിൻ്റെയും ഗുണഗാനം പാടിക്കൊണ്ടിരിക്കൂ. അപ്പോൾ ഗുണസമ്പന്നമായി ഭവിക്കും. എന്ത് ചിന്തിക്കുന്നു അങ്ങനെയാകും. അപ്പോൾ ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഭാഗ്യം വർദ്ധിക്കും. ഭാഗ്യവിധാതാവിൻ്റെ ഗുണഗാനം പാടിയ ഗുണങ്ങൾ വർദ്ധിക്കും. അങ്ങനെ ഗുണസമ്പന്നമാകും. അപ്പനെ കംജോരിയോക്കെ ഗുണ നഹി ഗാവോ. തൻ്റെ ദൗർബല്യങ്ങളുടെ ഗുണം പാടരുത്. ദൗർബല്യങ്ങളെക്കുറിച്ച് ഓർത്താൽ അത് വർദ്ധിക്കും, വിശ്വരൂപെടുക്കും. തൻ്റെ ദൗർബല്യങ്ങളുടെ ഗുണം പാടരുത്. ഭാഗ്യത്തിൻ്റെ ഗുണഗാനം ചെയ്യൂ. ഭാഗ്യത്തിൻ്റെ ഗുണഗാനം ചെയ്യൂ. പ്രശ്നോസെ പാർ രഹോ. അതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, ചോദ്യങ്ങളിൽ നിന്ന് അകന്നിരിക്കൂ. ചോദ്യങ്ങളിൽ നിന്ന് അകന്നിരിക്കൂ. തബ് സദാ പ്രസന്നചിത്ത് രഹ്നേക്ക വരദാൻ പ്രാപ്ത് ഹോഗ. അങ്ങനെയുള്ളവർക്കാണ് സദാ പ്രസന്ന ചിത്തമായിരിക്കാനുള്ള വരം ലഭിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് സദാ പ്രസന്ന ചിത്തമായിരിക്കാനുള്ള വരം ലഭിക്കുന്നത്. फिर दूसरों को भी सहज ही प्रसन्न कर सकेंगे. അങ്ങനെയുള്ളവർക്ക്, എനിക്ക് പ്രസന്നത ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെയും സഹജമായി തന്നെ പ്രസന്നമാക്കാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെയും സഹജമായി തന്നെ പ്രസന്നമാക്കാൻ കഴിയും. ഇന്നത്തെ മുരളിയിലെ മധുരമായിട്ടുള്ള സ്ലോഗൻ ഏക് നാമി എക്കണോമി അല്ലേ. നാക്കിൻ്റെ തുമ്പത്ത് ഒരൊറ്റ ശിവബാബയുടെ പേര്, ബാബ 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 ബാബ. ഏക് നാമി. പിന്നെ എക്കണോമി, വിചാരം, വാക്ക്, കർമ്മം, ധനം, എല്ലാറ്റിലും എക്കണോമി, സമയം. ഏക് നാമി എക്കണോമി ആയിട്ട് ജീവിക്കുന്ന ബ്രാഹ്മണരാണ്, ജീവിക്കുക എന്നതാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ സഫലതയ്ക്ക് ആധാരം. ഏക് നാമി എക്കണോമിയായി ജീവിക്കുകയാണ് ബ്രാഹ്മണ ജീവിതത്തിൽ സഫലതയ്ക്ക് ആധാരം. ബ്രാഹ്മണ ജീവിതത്തിൽ സഫലതയ്ക്ക് ആധാരം. ഈ മാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നിശ്ചയമാകുന്ന അടിത്തറയെ സുശക്തമാക്കി നിർഭയവും നിശ്ചിന്തരുമായി ജീവിക്കൂ. ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട പോയിൻ്റാണ് നിശ്ചയം സദാ നിശ്ചിന്തമാക്കുന്നു അല്ലേ. അവിടെ മേലെ വിശ്വാസമുള്ളതുകൊണ്ട്
ടെൻഷനില്ല, നിശ്ചിന്തമാക്കുന്നു. സദാ നിശ്ചിന്ത സ്ഥിതിയിലിരുന്നിട്ട് എന്ത് കാര്യം ചെയ്താലും തീർച്ചയായിട്ടും അതിൽ വിജയം ഉണ്ടാവും. ടെൻഷൻ ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും വിജയിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിശ്ചിന്ത സ്ഥിതിയിൽ ബുദ്ധി റൈറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ടെൻഷനായ ബുദ്ധിക്ക് തെറ്റ് ശരിയാന്ന് തോന്നും. നിശ്ചിന്താണെങ്കിൽ റൈറ്റായിട്ടും തെറ്റായിട്ടും മനസ്സിലാവും. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനം കറക്റ്റായിരിക്കും. യഥാർത്ഥ നിർണ്ണയിക്ക ആധാർ ഹെ. അതുകൊണ്ട് യഥാർത്ഥ തീരുമാനത്തിന് ആധാരം നിശ്ചയ ബുദ്ധിയാണ്, നിശ്ചിന്ത സ്ഥിതിയാണ്. യഥാർത്ഥ നിർണ്ണയത്തിന് ആധാരം നിശ്ചയ ബുദ്ധിയും നിശ്ചിന്ത സ്ഥിതിയുമാണ്. അതുള്ളവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമേ വരാറില്ല. ഒന്നിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ടി വരില്ല. ഇത് ചെയ്യണോ അത് ചെയ്യണോ, ഇങ്ങനെയാണോ അങ്ങനെയാണോ, ഒത്തിരി ആലോചിക്കേണ്ടി വരില്ല. അവർക്ക് ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യം വരില്ല. അച്ഛാ, ഓം ശാന്തി. ഇന്ന് ദുരിയാണ്. ഇന്നലെ ഹോളി ആയിരുന്നു, ഇന്ന് ദുരിയാണ്. എല്ലാവർക്കും ഹോളി ദുരിയയുടെ ആശംസകൾ, അനുമോദനങ്ങൾ. അവിടെ സർവ്വ അനുഗ്രഹങ്ങളും എല്ലാവരിലും വർഷിക്കപ്പെടട്ടെ. ഓം ശാന്തി. बाबा तुम कितने अच्छे हो, बाबा तुम कितने प्यारे हो। सच कहते हैं हम एक तुम ही अपनी आँखियों के तारे हो। बाबा तुम कितने अच्छे हो, बाबा तुम कितने प्यारे हो। सच कहते हैं हम एक तुम ही अपनी आँखियों के तारे हो। बाबा तुम कितने अच्छे हो। दिल तख्त पे हमें बिठाया है, मस्तक मणि बनाया है। गुण ज्ञान खजाने दे करके हमें सबसे धनी बनाया है। रत्नों की थालियां भर भर के आंचल भर दिए हमारे हो। बाबा तुम कितने अच्छे हो। ख्यालों में ना ख्वाबों में था, यूं हमको मिल जाओगे। तुम बन के हजारों याद हमारे मन में यूं मुस्काओगे। महफिल ये मयसर दिन होंगे, हर खुशियाँ हम पर